ആദ്യം നമ്മൾ പടവുകൾ കയറി പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി തൊഴുത് തേങ്ങയും മുടച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ പേരും മുതിർന്നവരെ ഫോൺ നമ്പരും വെച്ച ഒരു ബാൻഡ് പോലീസുകാർ കുട്ടികൾക്ക് കയ്യിൽ കെട്ടിക്കൊടുക്കും. അങ്ങനെ പൊന്നൂസിന്റെ കയ്യിൽ ബാൻഡും കെട്ടി നമ്മൾ അങ്ങനെ മല ചവിട്ടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് ആളുകൾ മല കയറുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മല ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നീലിമല ടോപ്പിലെത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും മല കയറാൻ തുടങ്ങി. പോകുന്ന വഴി പോലീസിന്റെ എമർജൻസി വെഹിക്കിൾ ആരെയോ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ അപ്പാച്ചി മേടിലെത്തി. ഇവിടെ ഉണ്ട വഴിപാടായി താഴേക്ക് എറിയാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുന്ന സ്ഥലമാണ് ശരംകുത്തി. ആദ്യമായി മലയോട്ടുന്ന അയ്യപ്പന്മാരാണ് ശരംകോൽ ഇവിടെ കുത്തുന്നത്. പിന്നെ നമ്മൾ നടന്നെത്തുന്നത് മരക്കൂട്ടത്തിലേക്കാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ കൂടി നടന്നാൽ നമ്മൾ സന്നിധാനത്തെത്തും. കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ ക്യൂ തുടങ്ങി. സന്നിധാനത്ത് ആ സമയത്ത് ദീപാരാധന നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെയൊന്നും അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറെ സമയത്തിന് ശേഷം ക്യൂ പതി അനങ്ങാൻ തുടങ്ങി. അങ്ങനെ അവസാനം അയ്യന്റെ പൂങ്കാവനമായ സന്നിധാനത്തെത്തി. 18ാം പടിക്ക് താഴെയുള്ള വലിയ നടപ്പന്തലിൽ ആളുകളെല്ലാം ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. സന്നിധാനത്ത് ഒരാളെ പരിചയമുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കാതെ ഡയറക്റ്റ് 18ാം പടിയുടെ താഴെ എത്താൻ പറ്റി. അങ്ങനെ 18ാം പടിയുടെ താഴെ തേങ്ങയൊടിച്ച് ശരണം വിളിച്ച് 18ാം പടി കയറി മുകളിലെത്തി. കഴിഞ്ഞ വട്ടം മലയ്ക്ക് വന്നപ്പോൾ മര്യാദക്കൊന്ന് തൊഴാൻ പോലും പറ്റിയിരുന്നില്ല. എന്നാൽ ഇത്തവണ അയ്യപ്പനെ സർവാഭരണ വിഭൂഷനായി മനസ്സ് നിറയെ തൊഴാൻ സാധിച്ചു. കഴിഞ്ഞ വട്ടം മര്യാദക്ക് തൊഴാൻ സാധിക്കാത്തതിന്റെ വിഷമം ഏതായാലും ഇത്തവണ മാറി. കാരണം അത്രയും ഭംഗിയായി അയ്യപ്പനെ തൊഴാൻ സാധിച്ചു. തൊഴുതിറങ്ങി കഴിഞ്ഞ് വിരിവെച്ച് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യും എടുത്ത് കൊടുത്ത് അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങി. എന്നിട്ട് തേങ്ങ ആഴിയിൽ കൊണ്ടുപോയി ഇട്ടു. അതിനുശേഷം അപ്പവും അരവണയും വാങ്ങി തിരികെ ഇറങ്ങി. കാരണം നട അടക്കുന്നതിന് 2 ദിവസം മുൻപാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നെയ്യഭിഷേകം ഉണ്ടായിരിക്കില്ല എന്ന് കയറുന്ന വഴി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തിരികെ ഇറങ്ങാമെന്ന് വെച്ചു. പമ്പയിലേക്ക് നടക്കുന്ന വഴി നട അടക്കുന്ന സമയമായി. അങ്ങനെ ഹരിവരാസനവും കേട്ട് കൺകുളിർക്ക് അയ്യപ്പനെ തൊഴാൻ സാധിച്ച സന്തോഷത്തിൽ തിരികെ വീട്ടിലേക്ക്.